PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് സർക്കിൾസ് എന്നുള്ള പാഠം. നമ്മളിപ്പോ രണ്ട് ക്ലാസ് കഴിഞ്ഞു അല്ലെ. സർക്കിൾസിന്റെ നമ്മൾ തിയറികൾ പറഞ്ഞു തന്നു. ഈ രണ്ട് ക്ലാസ്സിന് നമ്മൾ കഴിഞ്ഞു. പേജ് നമ്പർ നമ്മൾ പറഞ്ഞ കണക്ക് ചെയ്യാൻ തുടങ്ങുന്നത് പേജ് നമ്പർ 42-ലെ രണ്ട് കണക്കാണ് ഇന്നലെ കഴിഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, എല്ലാവരും കേൾക്കാം. വശങ്ങളുടെ നീളം 5 സെന്റിമീറ്ററും 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ ആയ ത്രികോണത്തിന്റെ ഓരോ വശവും വ്യാസമായിട്ട് വരച്ചാൽ മൂന്നാമത്തെ മൂല വൃത്തത്തിന് എവിടെയായിരിക്കും? ഇതോ ഒരു തിയറി അങ്ങനെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. വ്യാസം ഒരു ബേസ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ സർക്കിള് അല്ല, ഇതിന്റെ ബേസ് ട്രയാങ്കിളിന്റെ ബേസ് നമ്മൾ പഠിച്ച തിയറി ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ട്രയാങ്കിളിന്റെ ഈ ബേസ് നമ്മള് ഡയമീറ്റർ വ്യാസമായിട്ട് ഒരു സർക്കിൾ ഇത് വരച്ചാൽ എന്തായിരിക്കും? വൃത്തത്തിനകത്താണോ, വൃത്തത്തിന് പുറത്താണോ, വൃത്തത്തിന്റെ ഉള്ളിലാണോ, അല്ലെങ്കിൽ വൃത്തത്തിലാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു അല്ലെ. അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. If the circles are drawn with each side of the triangle of 5 cm, 12 cm and 13 cm, 5, 12, 13 ഒരു ട്രയാങ്കിൾ ആണ് കേട്ടോ. ട്രയാങ്കിളിന്റെ വശം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇറ്റ്സ് എ ട്രിപ്ലെറ്റ്. ട്രയാങ്കിൾ ട്രിപ്ലെറ്റ് ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മട്ട ത്രികോണത്തിന്റെ വശങ്ങളാണ് എന്താണ് വരുന്നത്? 12, 5, 12. എന്തായാലും വലുത് ഹൈപ്പോട്ടിന്യൂസിനെ നമ്മൾ കൊടുക്കുള്ളൂ, കർണത്തിനെ കൊടുക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 13 ഇട്ട്. നിങ്ങൾ ഈ 2 വശം എവിടെ വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. 12ഉം 5ഉം 13ഉം. ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ആംഗിൾസ് തന്നിട്ട് പറഞ്ഞു എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ആംഗിൾസ് കണ്ടുപിടിച്ചാൽ നമുക്കറിയാൻ പറ്റി ഈ സർക്കിളിന്റെ ഉള്ളിലാണോ പുറത്താണോ സർക്കിളിലാണോ എന്നല്ലേ. സർക്കിളിലാണെങ്കിൽ 90, സർക്കിളിന്റെ പുറത്താണെങ്കിൽ 90-നേക്കാൾ കുറവ്, ഉള്ളിലാണെങ്കിൽ സർക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ 90-നേക്കാൾ കൂടുതൽ നമ്മൾ പഠിച്ചു. കിട്ടിയ എല്ലാവർക്കും അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ട്രയാങ്കിളിന്റെ സൈഡ്സ് തന്നിട്ടുള്ളൂ. 3 സൈഡ്സ് തന്നിട്ടുള്ളൂ. 12ഉം 13ഉം 5ഉം ഈ 3 വശം. പക്ഷെ ഇത് നമുക്ക് ട്രിപ്ലെറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം ഇറ്റ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇത് റൈറ്റ് ആംഗിൾ, ഇങ്ങനെ വശങ്ങളാ തരണമെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തരുള്ളൂ. കാരണം ഒരു ആംഗിൾ പോലും തന്നിട്ടില്ല അല്ലെ. അല്ലെങ്കിൽ 30, 60, 90 ആംഗിൾ തന്നേനെ. ഇതൊന്നും തന്നിട്ടില്ല. ഇത് ഞാൻ ഇങ്ങനെ വരച്ചപ്പോ നിങ്ങൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് സംശയം തോന്നരുത്. ഇത് റൈറ്റ് ആംഗിൾ എന്ന് പറയാൻ അത് എന്താണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറയുന്നത്. ഓക്കെ, 12ന്റെ സ്ക്വയർ എന്താണ്? What is Pythagoras theorem? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ ആണോ നോക്കിയാൽ ഇതൊരു മട്ടത്രികോണാണെന്ന് അറിയാം. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 13 സ്ക്വയർ ആണോ എന്ന് നോക്കണം കേട്ടോ. അത് ആദ്യം തന്നെ ഇത് എഴുതണ്ട, ഇതാണോ നമുക്ക് നോക്കാം. 12ന്റെ സ്ക്വയർ എത്ര കിട്ടുന്നത്? 144 പ്ലസ് 5ന്റെ സ്ക്വയർ 25. എല്ലാവർക്കും അറിയുന്നല്ലേ. 144ഉം 25ഉം കൂടി കൂട്ട് എത്ര കിട്ടാൻ? 4, 9, എത്ര കിട്ടി? 169. 169 എന്ന് പറഞ്ഞാൽ എത്രയുടെ റൂട്ടാണ്? 169ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ആണ്. അപ്പൊ കിട്ടിയോ? 12ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടി? 13ന്റെ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. അത് ചെയ്തിട്ട് എന്താണ് സൈഡ് നമ്മൾ ചെയ്യണം. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ നമുക്ക് കിട്ടും എന്തെന്ന്? 13ന്റെ സ്ക്വയർ ആണ് 169 ആണെന്ന് മനസ്സിലായി. കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മുടെ കണക്കിലേക്ക് ഇണ്ടുവരാം. ഇതാണ് ഏതെങ്കിലും ഒരു വശം ആദ്യം എടുക്കാം. 3 വശം എടുക്കണം കേട്ടോ. ഈ ത്രികോണത്തിന്റെ 3 വശവും എടുക്കണം. എന്നിട്ട് അത് അപ്പൊ മൂന്നാമത്തെ മൂല വൃത്തത്തിന് ആദ്യം നമ്മൾ പേര് കൊടുക്കാം ABC. ABC കൊടുത്താൽ AB വ്യാസമായിട്ട് നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കാൻ. AB വ്യാസമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ സി എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിനകത്തായിരിക്കോ വൃത്തത്തിന് പുറത്തായിരിക്കോ? വൃത്തത്തിലായിരിക്കും. ഞാൻ ആദ്യം സർക്കിൾ വരയ്ക്കാത്തത് നിങ്ങൾ ഇങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്തരുത്. ഇത് ആംഗിൾ മനസ്സിലാക്കിയിട്ട് വേണം. ഇതെവിടെയായിരിക്കും? ഈ 5 സെന്റിമീറ്ററിന് നമ്മൾ വ്യാസമായിട്ട് വരച്ചു കഴിഞ്ഞാൽ
5 സെന്റിമീറ്റർ വ്യാസമായിട്ട് വരച്ചാൽ ഈ സി എന്ന് പറയുന്ന ബിന്ദു എവിടെയായിരിക്കും? വൃത്തത്തിന്റെ ഉള്ളിലാണോ വൃത്തത്തിന്റെ പുറത്താണോ എവിടെയായിരിക്കും? ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഇത് 90 ഡിഗ്രിയാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാ? ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് എത്ര വരുന്നത്? 90 വരുന്നത് അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് 90. ഇത് 90 ഡിഗ്രിയാണ് നമ്മൾ പ്രൂവ് ചെയ്തപ്പോ. പൈതഗോറസ് തിയറം നമ്മൾ എഴുതിയില്ലേ? എഴുതി നോക്കിയപ്പോ നമുക്ക് മനസ്സിലായത് 90 ഡിഗ്രിയാണെന്ന്. അപ്പോൾ നമ്മൾ എ ബി വ്യാസമായിട്ട് വരയ്ക്കണമെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എത്രയായിരിക്കണം എന്ന് കാണണം. ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി, ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയേ വരുള്ളൂ. ഇത് രണ്ടും കൂടി കൂട്ടിയാലേ 90 വരുള്ളൂ. കാരണം ഇത് 90 ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 90. മനസ്സിലായോ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 90 എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ സി എത്രയായിരിക്കും? എത്രയാണ് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയാൻ പറ്റുക? ബട്ട് വി ആർ ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ 90 അല്ലേ? അതേപോലെ തന്നെ ആംഗിൾ ബിയും നമുക്ക് ഷുവർ ആണ്, നമുക്ക് ഉറപ്പാണ് 90-നേക്കാൾ കുറവാണ്. എല്ലാവർക്കും അറിയുന്നില്ലേ 90-നേക്കാൾ കുറവാണെന്ന്? എന്തുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ സമ്മതിക്കേണ്ട, ശരി ഉള്ളതാണ് നോക്കുക. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇത് 90-നേക്കാൾ കുറവാണ്, ഇതും 90-നേക്കാൾ കുറവാണെന്ന്? കാരണം എന്താ? ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് 90. 0 ഡിഗ്രി വെച്ചാൽ നമുക്ക് ഇതൊരു ആംഗിൾ ഉണ്ടാക്കില്ലല്ലോ. എന്തായാലും ഒന്നെങ്കിലും കൊടുക്കണം. ഒരു ഡിഗ്രി. 1 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 89. ഇവിടെ 2 കൊടുത്താൽ ഇവിടെ 88. ഇത് രണ്ടും കൂടി കൂട്ടിയാലേ 90 വരുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും ഓരോന്ന് നോക്കുമ്പോൾ ആംഗിൾ സി ഈസ് ലെസ് ദാൻ 90 ആണ്, ആംഗിൾ ബി ഈസ് ലെസ് ദാൻ 90. മനസ്സിലായോ എല്ലാവർക്കും? ആംഗിൾ സിയും 90-നേക്കാൾ കുറവാണ്, ആംഗിൾ ബിയും 90-നേക്കാൾ കുറവാണ്. ഇതും 90-നേക്കാൾ കുറവ്. കിട്ടി? അപ്പോ ഇനി നമ്മൾ ആംഗിൾസ് കണ്ടു. ഇനി നമ്മൾ വരയ്ക്കാൻ പോകണം കേട്ടോ. അപ്പൊ ഇത് രണ്ടും 90-നേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സർക്കിള് വരച്ചാൽ, ഇത് ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ എ ബി സൈഡ് ആയിട്ട് 5 സെന്റിമീറ്റർ എന്നുള്ളത് വ്യാസമായിട്ട് നമ്മൾ വൃത്തം വരച്ചാൽ സി എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിന് പുറത്ത്. അങ്ങനെ എഴുതണം കേട്ടോ. അപ്പൊ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എഴുതുന്നത്? എ ബി വ്യാസമായിട്ട് അല്ലെങ്കിൽ 5 സെന്റി, ഓരോ വശം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പടം വരച്ച് ശരിക്കിട്ടാണെങ്കിൽ എ ബി എന്ന് എഴുതാനും മതി. എ ബി വ്യാസമായിട്ട് അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ വശം, ഈ ത്രികോണത്തിന്റെ 5 സെന്റിമീറ്റർ വശമായിട്ടുള്ള അല്ലേ ഈ സൈഡ് ഡയമീറ്റർ ആയിട്ട് വ്യാസമായിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചാൽ ആംഗിൾ സി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ആംഗിൾ സി എവിടെയായിരിക്കും? 90 വൃത്തത്തിന്റെ പുറത്ത്. കാരണമാണ് ഇത് 90-നേക്കാൾ കുറവാണ്. ആംഗിൾ സി നമ്മൾ എഴുതി. ആംഗിൾ സി ഈസ് എന്താണ്? 90-നേക്കാൾ കുറവ്, ലെസ് ദാൻ 90 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറഞ്ഞാലും 90-നേക്കാൾ കുറവാണ്. അതുകൊണ്ട് ഈ എ ബി വ്യാസമായിട്ട് വരച്ചാൽ സി എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിന് പുറത്ത്. കഴിഞ്ഞു? കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് എഴുതി ഇംഗ്ലീഷ് മീഡിയം. ഇഫ് എ ബി is the diameter of a circle, C, the point C is outside the circle. വൃത്തത്തിന് പുറത്ത്. ഇനി നിങ്ങൾ ഈ വശം എടുക്കാം. എ സി ട്ടോ. എ സി വ്യാസമായിട്ട്, ഇനി ഇത് വേണ്ട, നമുക്ക് എ സി വ്യാസമായിട്ട് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കണം. എ സി വ്യാസമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ എന്തായിരിക്കും? എ സി വ്യാസമായിട്ട് ഒരു സർക്കിൾ വരച്ചാൽ ഈ പോയിന്റ് ബി is less than 90. അപ്പൊ എന്തായിരിക്കും? 90-നേക്കാൾ കുറവാണ്. അതുകൊണ്ട് എവിടെയായിരിക്കും? ബി വൃത്തത്തിന് പുറത്ത്. എഴുതിയേക്കും. എ സി വ്യാസമായിട്ട് വരച്ചാൽ, എ സി വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ചാൽ ബി എന്ന ബിന്ദു വൃത്തത്തിന് പുറത്ത്. എഴുതിയേക്ക്. കാരണം ബി is less than 90 ആണ്. ഇതാണ് കാരണം കേട്ടോ. ബി വൃത്തത്തിനകത്ത്. കിട്ടി? ഇനി മൂന്നാമത്തെ വശം ഇതാണ്. അടുത്തത് നമ്മൾ എടുക്കുന്നത് ഈ വശം ട്ടോ. ബി സി വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ച് ഇങ്ങനെ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ബി സി വ്യാസമായിട്ട് ഒരു സർക്കിൾ വരച്ചാൽ ഈ സർക്കിൾ ഏതിക്കൂടെ പോവും? ഏത് പറയുന്ന ബിന്ദു വൃത്തത്തിലാണ് എഴുതാം. എന്താ? ബി സി വ്യാസമായിട്ട് സർക്കിൾ വരച്ചാൽ എ എന്ന ബിന്ദു വൃത്തത്തിലാണ്. കാരണം
കാരണം എന്താ, ഇറ്റ്സ് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാ, വട്ടത്രികോണം കണ്ടുപിടിച്ചതല്ലേ. ആംഗിൾ എ 90 ഡിഗ്രിയാണ്, അതുകൊണ്ട് ഇത് വൃത്തത്തിനകത്താണ്. മനസ്സിലായോ എല്ലാവർക്കും? ഈ 3 കാര്യങ്ങൾ ചോദിച്ചോളൂ. എ ബി വ്യാസമായിട്ട് വരയ്ക്കുമ്പോ സി എന്ന് പറയുന്നത് വൃത്തത്തിന് പുറത്താണ്, കാരണം സി ഇസ് ലെസ് ദാൻ 90. അതേപോലെ തന്നെ എ സി വ്യാസമായിട്ട് വൃത്തം വരച്ചു കഴിയുമ്പോ ഈ ബി എന്ന് പറയുന്നത് എ സി അല്ലാത്ത പിന്നത്തെ പോയിന്റ് ബി ആണ്. ബി വൃത്തത്തിന് പുറത്താണ്, കാരണം ആംഗിൾ ബി ഇസ് ലെസ് ദാൻ 90. ആംഗിൾ ബി 90-നേക്കാൾ കുറവാണ്. ഇനി ബി സി, കാരണം ബി സി വ്യാസമായിട്ട് നമ്മൾ ഒരു ത്രികോണം വരച്ചാൽ, if you draw the circle with a diameter BC, then angle A അല്ലെങ്കിൽ A എന്ന് പറയുന്ന പോയിന്റ് is on the circle. കാരണം ആംഗിൾ A is 90 ഡിഗ്രി. ആംഗിൾ A 90 ഡിഗ്രിയാണ്, അതുകൊണ്ട് ആംഗിൾ A വൃത്തത്തിലാണ്. കിട്ടിയില്ലേ 3 പോയിന്റ്സ്? കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം കേട്ടോ, ഫോർത്ത് ക്വസ്റ്റ്യനും അതെ നമുക്ക് ഒരു പ്രൂവിങ് തന്നെയാണ്, പ്രൂവ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ചോദ്യം എഴുതാം, സർക്കിൾ വരയ്ക്കാം കേട്ടോ. ഒരു സർക്കിൾ വരയ്ക്കാം. നിങ്ങൾ ഇത്തിരി ഭംഗിയിലൊക്കെ വരച്ചോട്ടോ, കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് ശരി നല്ല ഭംഗിയിൽ വരച്ചോ സർക്കിള്. അതിന് ഇവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. എ ബി ഇസ് ദ ഡയമീറ്റർ. അതിന്റെ സെന്റർ നമ്മൾ കൊടുക്കാം, ഇഷ്ടമുള്ളത് കൊടുക്കാം. പക്ഷെ ഈ സെന്റർ നോക്കിയേ, എ ബി എന്ന് പറയുന്ന വ്യാസം അല്ലെ, അതിന്റെ പകുതിയിലെ റേഡിയസ്. ഈ റേഡിയസ് വ്യാസമായിട്ട് വേറൊരു സർക്കിൾ, ചെറിയ സർക്കിൾ. ഈ ചെറിയ സർക്കിളില് ഓക്കെ, ഇതാണ് ചെറിയ സർക്കിള്. വരച്ചു. എത്രയാണ് തന്നിരിക്കുന്നത്? എന്നിട്ട് ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ പിക്ചർ. ചോദ്യം എല്ലാവരും കേൾക്കാം കേട്ടോ. ഇൻ ദ പിക്ചർ a circle is drawn with a line AB as a diameter and a smaller circle with half the line. ഒരു ലൈൻ നിങ്ങളോട് വെറുതെ ഒരു വര വരയ്ക്കാൻ പറഞ്ഞു, ആ വര ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു, നമ്മൾ വരച്ചു. അടുത്തത് അതിന്റെ പകുതി ഉള്ള ലൈൻ എടുക്കാൻ, അത് ഡയമീറ്റർ ആയിട്ട് ഒരു സ്മോൾ സർക്കിൾ വരയ്ക്കാൻ പറയുകയാണ്. ആൻഡ് പ്രൂവ് ദാറ്റ്. ഇനിയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും നമുക്ക് മനസ്സിലായി എല്ലാവർക്കും അല്ലെ? മലയാള മീഡിയക്കാർക്ക് ചോദ്യം മനസ്സിലായോ? ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒരു വര വ്യാസമായിട്ടുള്ള ഒരു വൃത്തവും വരയുടെ പകുതി വ്യാസമായിട്ടുള്ള ഒരു ചെറിയ വൃത്തവും വരച്ചിരിക്കുന്നു. ഇനി പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ വലിയ വൃത്തത്തിൽ വരയ്ക്കുന്ന ഏതൊരു ഞാണിനെയും ചെറിയ വൃത്തം സമഭാഗം ചെയ്യുന്നു എന്ന്. എവിടേക്ക് നമ്മൾ ഞാൻ വരച്ചാലും എന്ത് ചെയ്യും? അത് ചെറിയ വൃത്തം സമഭാഗം ചെയ്യുന്നു എന്ന്. കിട്ടിയോ? ചോദ്യം മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് മീഡിയക്കാര് പ്രൂവ് ദാറ്റ് എനി കോഡ് ഓഫ് ലാർജർ സർക്കിൾ, വലിയ സർക്കിളിന്റെ ഒരു കോഡ്. ഞാൻ കോഡ് എന്താണെന്ന് തുടക്കം പറഞ്ഞു കേട്ടോ. എന്താണ് കോഡ്? ഒന്നുകൂടി ശ്രദ്ധിക്കാത്തവര്, ഒരു കോഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് അല്ലെ, സർക്കിളിന് തന്നെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് സർക്കിളിലേക്ക് വരയ്ക്കുന്ന. നോക്കിയേ, ഇപ്പൊ ഇതാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. കോഡാണ്, ഇതെല്ലാം കോഡ്സ് ആണ്. ലോങ്സ്റ്റ് കോഡ് ഞാൻ പറഞ്ഞു നേരത്തെ ഇല്ലേ? അപ്പോ ഇതാണ് നമുക്ക് കോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്, എവിടെ വേണമെങ്കിലും കോഡ് വരയ്ക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എ ബി വ്യാസമായിട്ടുള്ള ഈ സർക്കിളും, അടുത്ത നമുക്ക് ഇവിടെ പേര് കൊടുക്കാൻ വേണമെങ്കിൽ എ ഒ കൊടുക്കുകയാണെങ്കിൽ എ ഒ വ്യാസമായിട്ടുള്ള ചെറിയൊരു സർക്കിളും വരച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് എന്താണ്? നമ്മൾ ഇവിടെ നിന്ന് prove that any chord of larger circle through the point where circles meet is bisected by the small circle. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഈ സർക്കിളിലേക്ക് എവിടൊക്കെ ഒരു കോഡ് വരച്ചാൽ ഈ രണ്ട് പോയിന്റിൽ കേട്ടോ, ഈ രണ്ട് പോയിന്റ് കൂട്ടിമുട്ടുക. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബൈസെക്ട് ദ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോ ബി സി ഇവിടെ കൊടുക്കാണ്, ഇവിടെ ഡി കൊടുത്താൽ ഇത് ബൈസെക്ട് ചെയ്യുന്നു ഈ കോഡിനെ കേട്ടോ. എ സി എന്ന് പറയുന്ന കോഡിനെ ഇത് ബൈസെക്ട്
ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ബൈസെക്ട് ചെയ്യും. ഇനി നമ്മളത് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് AD = ചോദ്യം ഇതാണ്. അപ്പോ AD = CD ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അത് ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യണം. ഇത്രയാണ് ചോദ്യം. ചോദ്യം എല്ലാവർക്കും മനസ്സിലായി. എന്തൊക്കെ തന്നിരിക്കുന്നത്? AB വ്യാസമായിട്ടുള്ള വലിയ സർക്കിൾ, അതിന്റെ പകുതി AO. അപ്പോ ഇത് ഫുള്ള് എത്രയായിരിക്കും? ഇവിടെ 6 ആണ് റേഡിയസ് ആണെങ്കിൽ ഇവിടെയും റേഡിയസ് ആണ്. അപ്പൊ AB എത്രയാണ്? 2R അല്ലേ? 2 ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2R ആണ്. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് 2 ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിലെ ചോദ്യത്തിന് നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനെ 2 സർക്കിൾസ് ആണ്. ഈ 2 സർക്കിളിൽ തൊക്കുമ്പോ ഇവിടെ ഇനി ഏതാ 2 ട്രയാങ്കിൾസ്? കണ്ടത് AOD എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും ACB എന്ന് പറഞ്ഞ 2 ട്രയാങ്കിളും. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. ഒരു സിമിലർ ട്രയാങ്കിൾസിന്റെ ഒരു പാഠം പഠിച്ചിട്ടില്ലേ? എങ്ങനെയാ 2 ട്രയാങ്കിൾസിനെ സിമിലർ ആക്കാം? പുതിയതായിട്ടോ ഒന്നും അല്ലാതെ ഈ കൊല്ലം പഠിക്കുന്നത് എല്ലാം കഴിഞ്ഞ കൊല്ലത്തിന്റെ റിപ്പീറ്റേഷൻ ആ വരുന്നത് ഈ പാഠത്തിൽ. അപ്പോ കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചതാണ് സിമിലർ ട്രയാങ്കിൾസ് സിമിലർ ആക്കാൻ 3 തിയറികൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. എന്തായിരുന്നു? ഫസ്റ്റ് തിയറി, ഒരു ത്രികോണത്തിന്റെ 2 കോണുകള് മറ്റൊരു ത്രികോണത്തിന്റെ 2 കോണിന് തുല്യമാണെങ്കിൽ ആ 2 ട്രയാങ്കിൾസ് സിമിലർ ആണ്, സദൃശ്യമാണ്. കാരണം 2 കോണുകൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോൺ എന്തായാലും തുല്യമാവില്ല. കാരണം ആകെ 180 പറ്റുള്ളൂ. അപ്പൊ 2 കോൺ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളിന് വേറെ ഒന്നും വരാൻ പറ്റില്ല. 180 മൈനസ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പൊ മൂന്നാമത്തെ കോൺ തുല്യമാവും. അതുകൊണ്ടാണ് പറഞ്ഞ 2 കോണുകൾ തുല്യമായാൽ മൂന്നാമത്തെ കോൺ തുല്യമായിരിക്കും. അപ്പൊ ഈ 2 ത്രികോണങ്ങൾ സദൃശ്യമാവും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു വശങ്ങള് പറഞ്ഞിട്ടുണ്ടായില്ലേ? 2 വശങ്ങൾ ആനുപാതികമാണെങ്കിൽ ഒരു കോൺ, ഈ 2 ത്രികോണത്തിന്റെ വശങ്ങൾ 3 വശങ്ങൾ ആനുപാതികമാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? 2 ത്രികോണങ്ങൾ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് ആനുപാതികമാണെങ്കിൽ if it is proportional then these two triangles are similar. പക്ഷെ ഇവിടെ നമ്മൾ ആംഗിൾസ് ആണ് എടുക്കുന്നത് കേട്ടോ. ആംഗിൾസ് നോക്കാം. ഇനി 2 ത്രികോണങ്ങൾ പരിഗണിച്ചു, ADO യും ACB. അതിൽ ഈ ത്രികോണം ഈ ആംഗിൾ നമുക്കറിയാം ഇറ്റ്സ് 90 ഡിഗ്രി. Why it is 90 ഡിഗ്രി? AB വ്യാസമായിട്ട് തന്നെ വൃത്തത്തിലാണ് വരച്ചേക്കണേ. സോ ഇറ്റ് ഇസ് 90 ഡിഗ്രി. ഇവിടെയും അതെ, ഇതെന്താണ്? 90 ഡിഗ്രി. ഈ 2 ആംഗിൾസും 90 ആണ് അല്ലെ? ഇനി അടുത്തത് നമുക്ക് എന്താണ്? ഇത് കോമൺ ആംഗിൾ ആണ്. അല്ലെങ്കിൽ ഈ വലിയ ട്രയാങ്കിളിനും ആംഗിൾ A ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ആംഗിൾസ് എഴുതേണ്ടത് ആംഗിൾ C = ആംഗിൾ D ആണ്. ആംഗിൾ C ആംഗിൾ D ആണ്. അതുകൊണ്ട് ഇതെന്താണ്? രണ്ടും എത്രയാണ്? 90 ഡിഗ്രി. ആംഗിൾ സിയും ആംഗിൾ ഡിയും 90 ഡിഗ്രി കിട്ടിയില്ലേ? പിന്നെ അടുത്ത് നമുക്ക് എഴുതാൻ എന്താണ്? ആംഗിൾ A = ആംഗിൾ A. കാരണം എന്താണ്? ഇറ്റ്സ് എ കോമൺ സൈഡ്, കോമൺ ആംഗിൾ അല്ലെ? പൊതു കോൺ, രണ്ടിലും പൊതുവായിട്ടുള്ള കോണാണ്. അതുകൊണ്ട് അത് 2 തുല്യം. ഇപ്പൊ 2 കോൺ തുല്യമായാൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? തുല്യമാകും. അപ്പൊ ഇവിടെ എന്താ എഴുതാം? ആംഗിൾ AOD = അല്ലെ? ആംഗിൾ AOD = ആംഗിൾ ABC. ആംഗിൾ ABC 3 വശം തുല്യമാണെന്ന് എഴുതി കഴിഞ്ഞോ? ഇത് കഴിഞ്ഞാൽ എഴുതണം ഈ 2 ട്രയാങ്കിൾ, 3 വശമല്ല 3 ആംഗിൾസ് കേട്ടോ. 3 ആംഗിൾസ് തുല്യമായി. അതുകൊണ്ട് ദിസ് ട്രയാങ്കിൾ ഈസ് സിമിലർ. ഈ ത്രികോണം സദൃശ്യമാണ്. എഴുതി എല്ലാവരും? ആംഗിൾ C = ആംഗിൾ D, ആംഗിൾ A = ആംഗിൾ A, ആംഗിൾ AOD = ആംഗിൾ ABC. 3 ആംഗിൾസ് തുല്യം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ 3 സൈഡുകൾ തുല്യമായാൽ അതിന്റെ വശങ്ങൾ പ്രപ്പോർഷൻ ആക്കി എഴുതാം. സൈഡ്സ് നോക്കാം. ആംഗിൾ സിക്ക് എതിരെയുള്ള വശം ഇതല്ലേ? വലിയ ത്രികോണത്തിൽ ആംഗിൾ സിക്ക് എതിരെയുള്ള വശം AB ബൈ ചെറിയ ത്രികോണത്തിൽ ഏതാണ്? ആംഗിൾ D ആണ് അല്ലെ? അപ്പൊ ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് AO. കിട്ടിയോ? അടുത്തത് ആംഗിൾ A = ആംഗിൾ A ആണ്. വലിയ ത്രികോണത്തിലെ ആംഗിൾ സൈഡ് എന്താണ്? CB അല്ലെ? ബൈ ചെറിയ ത്രികോണത്തിലെ എന്താണ്? DO.
പിന്നെ മൂന്നാമത്തെ സൈഡ് ഇത് അല്ലെ. വലിയ ആദ്യം വലിയ ത്രികോണത്തിന്റെ എല്ലാം എഴുതണത് കേട്ടോ. അപ്പൊ എ ബി സി അല്ലെ, ഈ കോണല്ലേ. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് ഏതാണ്? എ സി ബൈ എത്രയാ വരുന്നത്? എ ഡി. ഈ കോണും ഈ കോണാണ് തുല്യം. അപ്പൊ വലിയ ത്രികോണത്തിലെ ഈ കോൺ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സൈഡ് എ സി ആണ്. ചെറിയ ത്രികോണത്തിലെ എ ഒ ഡി. ആദ്യം ഇവിടെ വലുതാണ് എഴുതേണ്ടത് കേട്ടോ. എ ബി സിയും എ ഒ ഡി. എ ഒ ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്താണ്? എ ഡി. കിട്ടിയില്ലേ? ഇത്രയും സൈഡ്സ് നമ്മൾ എഴുതി. ഇനി നമുക്ക് എഴുതേണ്ടത്, നമുക്ക് അറിയാവുന്ന അളവ് എന്താണ്? എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ പ്ലസ് ആർ എത്രയാണ് ഇവിടെ? 2r ആണ് അല്ലെ. എ ഒ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1r ആണ്. 1r അല്ലയോ? ഇനി അതിനൊന്ന് വെട്ടി കുറയാം. അപ്പൊ എത്ര കിട്ടി? എത്ര കിട്ടിയത്? 2/1 ആണ് അല്ലെ. ഇത് 2 ആണെങ്കിൽ ഇത് 2/1 ആണ് അല്ലെ. ഹാഫ് ആണ് ഇതിന് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിനൊന്ന് മറിച്ചിടുമ്പോ എ ഒ ബൈ എ ബി ഫിസിക്കൽ എത്രയാണ്? 1/2. അപ്പൊ ഇത് മറിച്ചിടുന്ന അപ്പൊ എന്താണ്? ഡി ഒ ബൈ സി ബി ഫിസിക്കൽ എത്രയാണ് വരുന്നത്? ഡി ഒ ബൈ സി ബി ഫിസിക്കൽ 1/2 ആണ്. ഇവിടെയും എന്താണ്? എ ഡി ബൈ എ സി എത്രയാണ്? 1/2 എന്ന് പറഞ്ഞാൽ ഈ എ സി എന്ന് പറഞ്ഞ ലൈനിന്റെ പകുതിയായിരിക്കും ഇത്. കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എവിടെ നമ്മൾ ലൈൻ വരച്ചാലും ഇതിന്റെ പകുതിയായിരിക്കും ഇതിന്. ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്ത് കണ്ടോ. എ ഡി ബൈ എ സി എന്ന് പറഞ്ഞാൽ എ ഡി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് എ സി. എ സിയുടെ പകുതി ആണ്. കിട്ടിയില്ലേ എല്ലാവർക്കും? ഇനി അടുത്ത കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ 4 കണക്കാണ് നമ്മൾ കഴിഞ്ഞത്. 5ാമത്തെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ.